നാട്ടിലെ ഓണമൊക്കെ കഴിഞ്ഞ് മഹാബലി ഇങ്ങ് അമേരിക്കയിൽ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ അങ്ങ് ഓണത്തോട് ഓണമാണ് ഓരോ ആഴ്ചയും. ഹായ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ എല്ലാവരുടെയും ഓണമൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. നമ്മുടെ ഇവിടുത്തെ ഒരു കുഞ്ഞ് ഓണം സെലിബ്രേഷനാണ്. എന്ന് വെച്ചാൽ വീട്ടിലെ ഓണം. ഇത്തവണത്തെ ഓണം അങ്ങനെ വലിയതായിട്ടുള്ള സെലിബ്രേഷനൊന്നുമില്ല. അപ്പോൾ സദ്യ ഉണ്ടാക്കലും കാര്യങ്ങളില്ല, അതാണ് മെയിനായിട്ട്. കാരണം നമ്മുടെ ഈ വീഡിയോസൊക്കെ എടുക്കുമ്പോൾ ഒരുപാട് സദ്യ ഐറ്റംസൊക്കെ ഉണ്ടാക്കി ഞങ്ങൾ സദ്യയൊക്കെ ഉണ്ട് കഴിഞ്ഞു. അപ്പോൾ ഇത്തവണ ഓർത്തു എന്തായാലും നമ്മൾക്ക് പുറത്തുനിന്ന് സദ്യ വാങ്ങിക്കാമെന്ന് പറഞ്ഞിട്ട് ഇവിടെ അടുത്തുള്ള നമ്മുടെ കൊച്ചി റെസ്റ്റോറൻറ്റ് ഉണ്ടല്ലോ, അവിടെ നിന്നാണ് സദ്യയൊക്കെ വാങ്ങിച്ചിരിക്കുന്നത്. പിന്നെ ഇവിടുത്തെ കുഞ്ഞ് പൂക്കളിടലും അങ്ങനത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഇന്നത്തെ ഒരു ചെറിയ വ്ളോഗായിരിക്കും. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് കടന്നാലോ. ഒന്നാം ഓണം ഉത്രാടത്തിനാണെങ്കിലും പാലക്കാടൊക്കെ പൂരാടത്തിന് തന്നെ ഓണം തുടങ്ങും. അതായത് കുട്ടികളുടെ ഓണം എന്നാണ് പറയുക. അപ്പം കുട്ടികളിന് സ്പെഷ്യലായിട്ട് പുതിയ ഡ്രസ്സൊക്കെ ഇടിപ്പിച്ച് അതുപോലെ സദ്യയൊക്കെ ഉണ്ടാക്കി അങ്ങനെ എല്ലാവരും കൂടെയൊക്കെ കഴിക്കലുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഞങ്ങൾ ജാനുട്ടിയും വിക്കീനെയും പുതിയ ഡ്രസ്സൊന്നും ഇല്ലെങ്കിലും ഉള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നമ്മൾ ചുമ്മാ ഒരു ചെറിയ സദ്യ പോലെയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഉത്രാടത്തിൻ്റെ അന്ന് വൈകുന്നേരം ആയപ്പോൾ ഞങ്ങൾ എന്തായാലും പൂ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വന്നു. നമ്മൾ അപ്പോൾ പൂക്കടയിലേക്ക് വന്നിരിക്കണം മുല്ലപ്പൂ വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. വിൽക്കുക അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ നിന്ന് ഇതെങ്ങനെ പോവാം? ഈ സൈഡിലേക്ക് പോകണോ ആ സൈഡിലേക്ക് പോകണം? ഓ ഇത് ഓട്ടോമാറ്റിക്കാ. വാഴല ഇത് നമ്മുടെ അവിടെയുള്ള ഒരേ ഒരു പൂജാ ഷോപ്പാണ്. ഒന്നല്ല കുറേ ഉണ്ടെങ്കിലും ഇവിടെയാണ് നമ്മൾക്ക് ആവശ്യമുള്ള മുല്ലപ്പൂവും വാഴലയും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കിട്ടുക. ഞാൻ മുൻപുള്ള ഓണം വ്ളോഗ്സിലൊക്കെ ഇട്ടിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ലൊക്കേഷനിലല്ലായിരുന്നു, ജേഴ്സി സിറ്റി അങ്ങനെയുള്ള അവിടുത്തെ ആയിരുന്നു. ഇത് കുറച്ച് വലിയ കടയാണ്. അപ്പം ഞാൻ ഇവിടെ വന്നിട്ട് മുല്ലപ്പൂ വാങ്ങിക്കാമെന്ന് വിചാരിച്ചത്. അപ്പം നോക്കിയപ്പം ഈ ചെണ്ടുമല്ലിയും ജമന്തിയൊക്കെ ഉണ്ട്. നമ്മളെല്ലാ പ്രാവശ്യം വാങ്ങിക്കണതാണല്ലോ. അപ്പം എന്നാൽ പിന്നെ ഇത്തവണയും വാങ്ങിക്കാതിരിക്കേണ്ട എന്ന് വിചാരിച്ചിട്ട് വാങ്ങി. മുണ്ടുണ്ട് കേട്ടോ, മുണ്ടുണ്ട്. ആ നോക്ക് എത്രയാണ് നോക്ക്. ഈ കളറ് നമ്മൾ വേണ്ട, നാട്ടിൽ തന്നെ കൊണ്ടുവരും. ഓ ഇതേ കുറേ സാധനങ്ങളുണ്ട്. മഞ്ഞൾ, ആ ഇത് വലിയ കട. കുങ്കുമം, ഇതേ ചരട്, കൊള്ളാം കേട്ടോ. നല്ല മണം. മൺചട്ടികൾ വരെ ഉണ്ട്. ഈ കടയിലാണെങ്കിൽ അധികം ആരുമില്ലാത്തതുകൊണ്ട് നമ്മൾക്ക് ഭയങ്കരമായിട്ട് പതുക്കെ സംസാരിക്കേണ്ടി വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ആണെങ്കിൽ നമ്മളുടെ ഈ പൂജാ ഷോപ്പിലൊക്കെ പ്രത്യേകിച്ച് ഈ ചന്ദനത്തിൻ്റെയും ഭസ്മത്തിൻ്റെയൊക്കെ മണമായിരിക്കുമല്ലോ, ചന്ദനത്തിരിയുടെയും ഒക്കെ നല്ല മണം, നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ എന്തായാലും ഇതിനകത്ത് വന്നപ്പം എല്ലാവരും ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. പൂ മാത്രം വാങ്ങിയിട്ട് പോകാൻ ഇറങ്ങിയപ്പോഴാണ് ഇപ്പുറത്തെ സൈഡിലും കുറേ കണ്ടത്. അപ്പോൾ ഇവിടെ വന്ന് നോക്കുമ്പോഴേക്കും നിറയെ നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. റേറ്റിന് മാത്രം വ്യത്യാസമുള്ളൂ. ഇതുപോലെ ഈ പൂക്കളും തോരണങ്ങളും ഒക്കെ ഉണ്ടല്ലോ, അതെല്ലാം ഉണ്ടായിരുന്നു. നമ്മൾ പിന്നെ ഇതൊക്കെ ഒരുപാട് മുന്നേ തന്നെ വാങ്ങിയിട്ടുണ്ടായിരുന്നതുകൊണ്ട് അങ്ങനത്തെ സംഭവങ്ങളൊന്നും വാങ്ങിച്ചില്ല. അങ്ങനെ അത്യാവശ്യത്തിന് വേണ്ട സംഭവങ്ങളൊക്കെ ഇവിടെയുണ്ട്. അപ്പോൾ നമ്മൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് പിന്നെ വീട്ടിലോട്ട് തിരിച്ചു പോയി. ഇനിയിപ്പം അടുത്ത ദിവസം നമ്മൾക്ക് ഡയറക്റ്റ് ഞാൻ ലഞ്ചിലോട്ടാണ് കിടക്കുന്നത്. കാരണം ഞാൻ പറഞ്ഞല്ലോ സദ്യ അങ്ങനെ ഉണ്ടാക്കുന്നില്ല. അപ്പം രാവിലെ പിന്നെ നമ്മൾ വലുതായിട്ടൊന്നും ഉണ്ടാക്കി കഴിച്ചില്ല. സീരിയലിലും പാലിലും ഒക്കെ ആയിട്ട് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തു. എന്താണെന്ന് വെച്ചാൽ ലഞ്ച് എന്തായാലും നേരത്തെ വരും. 11:30ക്കാണ് അവർ പിക്കപ്പ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സദ്യ വന്ന ഉടനെ തന്നെ കഴിച്ചതിന് ശേഷം പിന്നെ ബാക്കിയുള്ള പരിപാടികളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ രാവിലെ പിന്നെ കഴിച്ചിട്ടും ഇല്ലല്ലോ. ഇവിടെ ഞങ്ങളിതേ പായ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ച് കളിച്ചുകൊണ്ടിരിക്കുക. പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ച് പൂക്കളൊക്കെ വെച്ച് ഡെക്കറേറ്റും ചെയ്തിട്ടുണ്ട്. അപ്പം സദ്യയിൽ ഒരുപാട് ഐറ്റംസൊക്കെ ഉണ്ട്. ഇങ്ങനെ പാക്ക് ചെയ്ത് അവർ ഒരു ബോക്സിലാക്കി തന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾക്ക് നോക്കാം എന്തൊക്കെയാണ് ഉള്ളതെന്ന്. ശരിക്കും പറയുകയാണെങ്കിൽ ഇങ്ങനെ 2 പേർക്കുള്ള ക്വാണ്ടിറ്റിയാണ് നമ്മൾ വാങ്ങിയത്. എന്ന് വെച്ചാൽ 2 പേർക്കുള്ള സദ്യ, അതിൻ്റെ കൂടെ തന്നെ 2 പേർക്കുള്ള ഇലയും തന്നിട്ടുണ്ട്. അതും ഫ്രഷ് വാഴയിൽ തന്നിട്ടുണ്ട് കേട്ടോ. അതിന് ഭയങ്കര ഞാൻ ഓർത്തു ഇങ്ങനത്തെ പേപ്പർ വാഴയിൽ വല്ലതായിരിക്കും തരാമെന്ന്. പക്ഷേ അല്ല, നല്ല ഫ്രഷ് വാഴയിലയിൽ, അതും വാഴയിൽ നല്ല ഭംഗിയുണ്ടായിരുന്നു. നമ്മുടെ നാട്ടിലേക്ക് പോലെ സദ്യക്കൊക്കെ വിളമ്പില്ലേ അങ്ങനെ. അപ്പം പപ്പടം മാത്രം അവർ വെക്കാൻ മറന്നുപോയി. അതുകൊണ്ട് ഞാൻ നമ്മുടെ വീട്ടിലുള്ള പപ്പടമാണ് കാച്ചിയത്. ബാക്കി ചിപ്സും ശർക്കര വരട്ടി, മുളക് വറുത്തത്, ഇഞ്ചിപ്പുളി, മാങ്ങാച്ചാറ്, നാരങ്ങ അച്ചാറ്, വെള്ളരിക്ക പച്ചടി,
ബീട്രൂട്ട് കിച്ചടി, ഇഞ്ചിത്തൈര്, പൈനാപ്പിൾ പച്ചടി, കൂട്ടുകറി, ഓലൻ, ക്യാബേജ് തോരൻ, പിന്നെ കൈപ്പക്കയുടെ ഒരു ഉപ്പേരി ഉണ്ടായിരുന്നു. പിന്നെ അവിയൽ, ചോറ്, സാമ്പാർ, പരിപ്പ്, രസം, പിന്നെ 2 കൂട്ടം പായസം കൂടിയിട്ടുണ്ടായിരുന്നു. പിന്നെ പരിപ്പിലൊഴിക്കാനുള്ള നെയ്യും കൊടുത്തിട്ടുണ്ടായിരുന്നു, പഴം ഉണ്ടായിരുന്നു. അപ്പം ഇതായിരുന്നു നമ്മുടെ ഓണസദ്യ. എന്തായാലും നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു എല്ലാം. ചില കറികൾ അത്ര പോരാ, എന്നാലും മൊത്തത്തിൽ സദ്യ എന്തായാലും അടിപൊളിയായിരുന്നു. അപ്പോൾ ജാനുട്ടിക്ക് കൊടുത്ത് ജാനുട്ടി പപ്പടം മാത്രം കഴിച്ചു. അങ്ങനെ ചോറിനെയൊക്കെ അവിടെ ഇവിടെയൊക്കെ ഇട്ടിട്ട് അങ്ങ് പോയിട്ടുണ്ട്. പിന്നെ നമ്മൾ വലിയതായിട്ട് ഞാൻ നിർബന്ധിക്കാറൊന്നുമില്ല ഇങ്ങനെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഞങ്ങൾ മാത്രമായിരുന്നു എന്തായാലും ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞു. പിന്നെ റിലാക്സ് ആയിട്ട് പൂവിടാമെന്ന് വിചാരിച്ചു. നമ്മുടെ പൂന്തോട്ടത്തിലെ പൂവായതുകൊണ്ട് പറിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. എന്നാലും ചുമ്മാ ഒരു വീഡിയോയ്ക്ക് ഭംഗി ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടൊന്ന് പറിച്ചതാണ്. നമ്മൾ ഇന്നലെ വാങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ കടയിൽ നിന്ന്. അപ്പോൾ അതൊക്കെ വെച്ചുകൊണ്ട് എന്തായാലും ഒരു കുഞ്ഞു പൂക്കളം ഇടാം. അപ്പോൾ പൂക്കളിടാൻ വേണ്ടിയിട്ട് എന്തായാലും ഞാനും വിക്കിയും കൂടിയിട്ടാണ് ഇപ്പം പൂക്കളൊക്കെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജാനുട്ടിനെ നോക്കാൻ ഒരാൾ വേണ്ടതുകൊണ്ട് എല്ലാവരും കൂടിയിട്ട് ഈ പൂക്കളിടൽ പരിപാടികളൊന്നും ഇപ്പം ഇല്ല. പിന്നെ പൂക്കളത്തിൻ്റെ അടുത്തോട്ട് ജാനുട്ടിനെ അടുപ്പിക്കാനും പറ്റില്ല, കാരണം അറിയില്ലല്ലോ, അവർക്ക് അറിയാനുള്ള തുടങ്ങിയിട്ടില്ല. എല്ലാം കൂടെ അങ്ങ് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും കഷ്ടപ്പെട്ടതൊക്കെ കൊള്ളാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഏട്ടനും ജാനുട്ടിയും കൂടിയിട്ട് അവിടെ ഇരിക്കുകയാണ്. അപ്പം സേഫായിട്ട് നമ്മൾക്ക് പൂക്കളം ഇടാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ അവിടെ കാണുന്ന ആ ഒരു ടേബിളിലാണ് പൂക്കളം ഇടാൻ ഉദ്ദേശിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ പുറത്തിപ്പം ചെറുതായിട്ട് മഴക്കാറ് തുടങ്ങി, മഴ പെയ്യും. അപ്പം വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്കും മഴ പെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് പിന്നെ വെളിയിൽ പൂക്കളം ഇട്ടില്ല. ഇത്തിരി നേരം ഇടുമ്പോഴത്തേക്കും മഴയൊക്കെ പെയ്ത് വെറുതെ വേസ്റ്റായിട്ട് പോകും. അതിൻ്റെ ഇടയ്ക്ക് ഏട്ടൻ ജാനുട്ടിക്ക് ദോശ ഉണ്ടാക്കി കൊടുക്കുകയാണ്. ദോശ ഇളകി വരാതായപ്പം തവയോട് കൂടിയിട്ട് എടുത്തുകൊണ്ട് വന്നതായിരുന്നു. അപ്പം ഞാൻ വേഗം ക്യാമറ അങ്ങോട്ട് തിരിച്ചാണ്. അപ്പോൾ എന്നാലും നമ്മൾക്ക് ഇനി പൂക്കളം ഇടാം. വലുതായിട്ടൊന്നും ഡിസൈൻ ഇല്ല. നമ്മുടെ പണ്ട് ഈ ഒരു പൊട്രാക്ടർ കൊണ്ട് വരയ്ക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, എല്ലാ ഡിസൈൻ ഈ 90s കിഡ്സൊക്കെ വരച്ചുകൊണ്ടിരുന്ന ഡിസൈൻ, അത് തന്നെയാണ് ഞാൻ മിക്കപ്പോഴും ഇടുന്നത്. വേറെ ഡിസൈനൊക്കെ വരയ്ക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള ക്ഷമയൊന്നും എനിക്കില്ല. അതാണ് മെയിനായിട്ട് കാരണം. അതേപ്പം പുറത്ത് ഇങ്ങനെ മഴയൊക്കെ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ പൂക്കളമൊക്കെ ഇട്ട് കഴിഞ്ഞതോടുകൂടിയിട്ട് തന്നെ ഇന്നത്തെ ഒരു ഓണം ആഘോഷം ഏകദേശം തീർന്നു. വൈകുന്നേരം പുറത്തുകൂടെ ഒന്ന് പോകണമെന്ന് വിചാരിച്ചതായിരുന്നു ഇവിടെ അടുത്തുള്ള പാർക്കിൽ. പക്ഷേ മഴ കാരണം പിന്നെ ആ ഒരു സംഭവം ക്യാൻസലായി. ഇത് നമ്മളിപ്പോൾ തിരുവോണത്തിന് മുന്നേ ഉണ്ടാക്കിയ സദ്യ ഉണ്ടല്ലോ, വീട്ടിലുണ്ടാക്കിയ സദ്യ കഴിക്കുന്ന ഒരു സീനാണ്. വിക്കി വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങൾ ചുമ്മാ വെളിയിലിരുന്ന് കഴിച്ചതാണ്. ഇത് ഞാൻ വ്ളോഗ് എടുക്കാനൊന്നും പ്ലാൻ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ക്ലിപ്സൊന്നും ഇല്ലാത്തത് അന്നത്തെ ദിവസത്തെ. വിക്കി പിന്നെ ചുമ്മാ എടുത്തതായിരുന്നു വീഡിയോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഓണാഘോഷ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇവിടെ വരെ കണ്ട എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ.